ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത് നമുക്കൊരു പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ അടുത്ത് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ വണ്ടിയുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ വണ്ടിക്ക് പൊല്യൂഷൻ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു 80-100 രൂപ മുടക്കി എടുക്കേണ്ട ഒരു സംഭവമാണ് പൊല്യൂഷൻ. അത് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ എടുക്കേണ്ടതാണ്. കാര്യം RTOയുടെ പുതിയ ഫൈൻ വന്നിട്ട് 2000 രൂപയാണ്. കഴിഞ്ഞ ദിവസം എനിക്ക് 2000 രൂപയുടെ ഫൈൻ കിട്ടിയിരുന്നു. എൻ്റെ വാലിഡിറ്റി പീരീഡ് കഴിഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. പക്ഷെ അതിനകത്തുള്ള വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു പ്രാവശ്യം നമ്മൾ 2000 രൂപ അടച്ചു, നമുക്ക് ഫസ്റ്റ് വാർണിംഗ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത പ്രാവശ്യം ഇനി നമ്മൾ വണ്ടിക്ക് പൊല്യൂഷൻ അടച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ 5 ഇരട്ടിയാണ് നമ്മുടെ പുതിയ ഫൈൻ, അതായത് 10000 രൂപ. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ വണ്ടി പിടിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ ഫൈൻ വരുള്ളൂ എന്നാണ്. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് പരിവാഹൻ പോലുള്ള ആപ്പ് ഉള്ളതുകൊണ്ട് ഈ ആപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അവർക്ക് അറിയാൻ പറ്റും എത്ര ആൾക്കാരുടെ പൊല്യൂഷനാണ് അടയ്ക്കാനുള്ളതെന്ന്. അപ്പോൾ പൊല്യൂഷൻ മുടങ്ങി കിടക്കുന്ന വണ്ടികൾക്കെല്ലാം ഒരു SMS വഴി നമുക്ക് ഒരു ചെല്ലാൻ അയച്ചു തരും. അപ്പോൾ നമ്മൾ 2000 രൂപ ഫൈൻ അടയ്ക്കേണ്ട അവസ്ഥ ഉണ്ടാവും. അതേപോലെ തന്നെ വണ്ടിയിൽ ഏതെങ്കിലും തരത്തിലുള്ള മോഡിഫിക്കേഷൻ, ഇതൊരു ചെറിയ ലൈറ്റ് ആയാലും ശരി, ഒരു ചെറിയ ലൈറ്റ് പോലും ഒരു ബൾബ് പോലും വെച്ചിട്ടുണ്ടെങ്കിൽ 5000 രൂപ ആണ് പുതിയ ഫൈൻ. അപ്പം ഏതെങ്കിലും തരത്തിലുള്ള മോഡിഫിക്കേഷൻസ് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ ആ മോഡിഫിക്കേഷൻസ് ഒക്കെ മാറ്റേണ്ടതാണ്. അല്ലെങ്കിൽ വലിയ എമൗണ്ടുകൾ നമുക്ക് ഫൈനായിട്ട് അടയ്ക്കേണ്ടി വരും. അതേപോലെ പൊല്യൂഷൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാര്യം ഏറ്റവും കൂടുതലും ഈ എയർവേ ഡിസീസ്, അതായത് നമ്മുടെ ലങ്സും ശ്വാസകോശവുമായിട്ട് ബന്ധപ്പെട്ടുള്ള അസുഖങ്ങൾ, ആസ്മ, അലർജി പോലുള്ള അസുഖങ്ങളെല്ലാം കുട്ടികൾക്ക് വളരെ കൂടുതലായിട്ട് ഉണ്ടാകുന്നത് ഈ പറഞ്ഞ പൊല്യൂഷൻ ഫാക്ടർ കാരണമാണ്. ഇപ്പം നമുക്ക് ഡൽഹിയിലേക്കുള്ള ആൾക്കാരുടെ സിറ്റുവേഷൻ നമുക്ക് അറിയാം. പൊല്യൂഷൻ കാരണം വണ്ടി എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. പക്ഷേ അവിടെയുള്ള എയർവേ ഡിസീസസ്, അതായത് COPD പോലുള്ള പൾമണറി ഡിസീസസ് ഒരുപാട് കൂടുതലായിട്ടാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുക എന്നുള്ള എല്ലാവരുടെയും ഒരു ഉത്തരവാദിത്വം കൂടി